ഹേ ഗായ്സ്, ഞങ്ങളുടെ ഒരു ഈവനിങ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ വൈഷുവിനെയും കൊണ്ട് പാർക്കിലോട്ട് പോവുക. അവളെ എല്ലാ ദിവസവും വൈകിട്ട് മിക്കപ്പോഴും ഇങ്ങനെ പാർക്കിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ പാർക്കിലോട്ട് പോവുകയാണേ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ആ ഗോപുരം കണ്ടോ, ആ ഗോപുരത്തിന് മേളിൽ കാണുന്ന വിൻഡോ ഞങ്ങളുടെ റൂം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈഷുവിനെ മിക്കപ്പോഴും ഇവിടെ കൊണ്ടുവരും. എങ്കിലും കൂടുതലും ഞങ്ങൾ സമയമുണ്ട് ഇവിടെ അടുത്ത് തന്നെ വേറൊരു പാർക്കുണ്ട്, അവിടെ കൊണ്ടുപോകാറ്. അപ്പം ഞങ്ങൾക്കും ഒന്ന് കുറച്ച് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കൂടുതലും അവളെ കൊണ്ടുപോകാറ്. ഈ കാണുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയവരും കളിക്കും. ഇവിടെ അടുത്തടുത്തായിട്ട് തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് പട്ടിക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കാട്ടോ. പാർക്ക് ഒരു സ്പേസ് പോലെ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ കേട്ടോ ഇവരിവിടെ അവരുടെ പെറ്റ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെ. ഈ സംഭവം കണ്ടോ, ഞാനിവിടെ ആദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് കത്തിടുന്ന പോലത്തെ എന്തോ ആണെന്ന്. പക്ഷേ അല്ല, പട്ടിയുടെ അപ്പിയിടാനുള്ള സാധനം കേട്ടോ. ഇത് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞങ്ങൾ നമ്മുടെ പാർക്കിലെത്തി കേട്ടോ. ഈ ചെടിയുണ്ടോ, ഇത് ഞാൻ ആദ്യം ദൂരെ നിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ തുളസിയാണെന്നാണ്. പക്ഷേ അല്ല, വേറെന്തോ ചെടിയാണ്. പക്ഷേ എനിക്ക് ശരിക്കും ഇത് ദൂരെ നിന്ന് കണ്ടപ്പോൾ നമ്മുടെ തുളസി നിൽക്കുന്ന പോലെ തോന്നി, ആ പൂവും എല്ലാം കൂടി കണ്ടിട്ട്. പക്ഷേ വേറെ എന്തോ ചെടിയാണ്. ഇതാണ് ഞങ്ങൾ വൈഷുവിനെ മിക്കപ്പോഴും കൊണ്ടുവരുന്ന പാർക്ക് കേട്ടോ. ഇവിടെ കൊണ്ടുവരാൻ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് നടക്കാം. പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ഫ്രണ്ടിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ കളിക്കാനായിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അവൾക്കും ഇവിടെ വരാനാണ് കൂടുതലിഷ്ടം. കാര്യം ഇവിടെ കൂടുതൽ പിള്ളേർ വരും ഇവിടെ കളിക്കാനേ. അപ്പോൾ അവൾക്കും ഇവിടെ വരാനാണ് കൂടുതലിഷ്ടം. ഇത് വൈഷുക്കുട്ടിയുടെ അപ്പൂപ്പൻ തയ്ച്ച ഉടുപ്പാണ് കേട്ടോ. ഞങ്ങൾ തണുപ്പൊന്നും കാണത്തില്ലെന്നും പറഞ്ഞ് അവൾക്ക് ഇതെടുത്തിട്ട് കൊടുത്തത്. പക്ഷേ നമുക്കിവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദ് ജാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. നമ്മൾ ഈ കാണുന്നതായിരിക്കില്ല. ഇവിടുത്തെ തണുപ്പിനെക്കാട്ടിലും കൂടുതൽ കാറ്റാട്ടോ നമുക്ക് പറ്റാത്തത്. കാറ്റടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ഇതാ കണ്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അന്തരീക്ഷത്തിന് അത്യാവശ്യം നല്ല തണുത്ത് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് വൈഷുവിന് ജാക്കറ്റ് ഇട്ട് കൊടുക്കുക നന്ദു. പിന്നെ ഇവളെ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഒറ്റ ഓട്ടം ആയിരിക്കും. പിന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ കുറേ പാടുപെടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പിറക്കി കളിക്കാൻ അവൾക്ക് കൂടുതലിഷ്ടം. നമ്മൾ നോക്കിയെന്നില്ല, ഇത് പതുക്കെ വായിലോട്ടും പോവും. ഇവിടെ ഉള്ളവരിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇതേപോലെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. ഇങ്ങനെ ഒന്നിച്ച് വന്നിരുന്ന് ഫുഡ് കഴിക്കുക, ഇതേപോലെ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കുക. ഭയങ്കര സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് കേട്ടോ, പാട്ടൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കും. അവരിതേപോലെ പാർക്കിലൊക്കെ വന്നിരുന്നിട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഗ്രില്ലിങ്ങിൻ്റെ നല്ല മണം വരും കേട്ടോ. ആന എവിടെ അമ്മയുടെ പൊന്ന ആന എവിടെ? ആന റാബിറ്റ് എവിടെ? റാബിറ്റ് ഈ റാബിറ്റ് ഐഷു
ഒരു അമ്മൂമ്മയെ കണ്ടോ കുഞ്ഞ്? അമ്മൂമ്മ എവിടെയാ അമ്മൂമ്മ? ഹേ ആ കൊച്ചു ചെയ്തോലെ അതേപോലെ മണ്ടയ്ക്കൂടെ എടുത്ത് ചാടാൻ. പിടിച്ചോ അല്ല പൊറോട്ട് വീടും. നിക്കടി അവിടെ. ഓ ഇവിടെ ഒരു പേഴ്സ് കിടക്കുന്നു കേട്ടോ. ഹായ്. നോ വൈശുക്കുട്ടി അതെടുത്ത് കളഞ്ഞോടോ. ഏയ് വീഴും. എന്തൊക്കെയാ കാണിക്കുന്നേ? വാവേ ആടിയത് മതി. ഒന്നിലും ഇവൾ അധികം നേരം ഇരിക്കത്തില്ല കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങണമെന്ന് പറയും. അവൾക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടക്കാനാണ് ഇഷ്ടം. Aishu, say hi. Say hi. Hello. എന്നോട് അവർ സ്വീഡിഷിൽ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. നന്ദു എന്തോ മനസ്സിലാവുന്ന പോലെ കാര്യമായിട്ട് തലയാട്ടുന്നുണ്ട്. പക്ഷെ ചുമ്മാതാ കേട്ടോ, ഒന്നും മനസ്സിലായി കാണില്ല. Det var många som var avundsjuka på mig för att jag hade så svart hår. Ja. Oh.
ഇറ്റ്സ് ഓക്കെ. ആ ഇറ്റ്സ് ഓക്കെ. എണ്ണീര്. ആ മാവി എണ്ണീര്. ആ ഗുഡ് ഗേൾ. എങ്ങോട്ട് പോവാണ്? അയ്യോ മേഡം. കണ്ടേ ഐഷു അച്ഛാ പോയി. ഐഷുക്കുട്ടി അച്ഛാ പോയി. എന്തി അച്ഛാ? അച്ഛ എവിടെ? എവിടെ അച്ഛാ? ഷോ അച്ഛ പോയി. അച്ഛ പോയി. ഈ കണ്ടുപിടിച്ച് എടുക്കരുത്. ചിക്കി 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 ചിക്കി. Hi, madam. Hi, madam. How much for this popcorn? Do you have popcorn? Popcorn. Do you have popcorn? Ja. Använda mig i fängelse. Hi, Bara. Hey, Bara. അച്ഛാ ആണ്ടേ. അച്ഛാ ദാ ഉണ്ട് അച്ഛാ. ബാ ബാ. നിക്കടി അവിടെ. ബാ നമുക്ക് പോവാം. ഐഷുക്കുട്ടി ബാ. കം ബാടാ. ദോ അച്ഛ അച്ഛ ദോ വിളിക്കുന്ന അച്ഛ. ദോണ്ടേ അച്ഛ ബാ ബാ. നിക്കടി ബാ. ദോ കുരങ്ങ് എന്തിയെ? കുരങ്ങ് ദോ ദോ അവിടെ കുരങ്ങ് നിൽക്കുന്നു കണ്ടോ? കുരങ്ങുണ്ട്. കുരങ്ങ് കുരങ്ങ് കണ്ടോ? Just wash your hands. എടുത്തു. കൊട്ടുമടിയൊക്കെ ഇട്ടുമ്പോൾ തന്നെ ഓട്ടം സീസൺ ആയെന്ന് തോന്നുന്നില്ല. അത് ഇലയൊക്കെ കളർ മാറി തുടങ്ങിയില്ലേ? ഇങ്ങോട്ടുള്ള ബസ്സാണോ? പക്ഷേ ഈ മറ്റേ സോദർ പറഞ്ഞല്ലേ അതുവഴി പോന്നെയാ.
കുറച്ച് നേരം വൈഷുവിനെ പാർക്കിലൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ കണ്ട് തിരിച്ചു പോകുക കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറണം, കുറച്ച് സാധനം വാങ്ങണം. ഈ കടയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അധികം സാധനം മേടിക്കാറില്ല. ഇവിടെ പൊതുവേ ഇവിടെ ഇച്ചിരി പൈസ കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കുറച്ച് വേണമെങ്കിൽ മാത്രമേ ഇവിടുന്ന് മേടിക്കാറുള്ളൂ. ഈ കട ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ടാണ് വരാറ്. അതും നന്ദു ഇല്ലേ ഞാൻ ഇവിടെ വരാറുള്ളൂ. വൈഷുവായിട്ട് വേറെ കടയിൽ പോകുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവളെപ്പോഴും സ്ട്രോളറിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാൻ ഇവളെയും ചുമക്കേണ്ടി വരും, സാധനവും ചുമക്കേണ്ടി വരും, സ്ട്രോളറും ചുമക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പൊതുവെ ഇങ്ങോട്ടാണ് വരാറ്. അതെന്താടോ? അതെന്താ? എനിക്കോ? അപ്പം വേണ്ട. ആ വേണ്ടോ? മധുരമല്ലേ? അങ്ങനൊക്കെ പറയും. നാളെ നന്ദുവിന് ഇവിടെ ചെറിയൊരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി ജ്യൂസ് എടുക്കുക ആൾ. അപ്പം ഞാനും എനിക്കും കൂടി ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അമ്മേ, ചോക്ലേറ്റ് എടുത്തോ? നീ എടുത്തോ? തന്നെ എടുത്തോ? ഞാനൊരു ചോക്ലേറ്റ് എടുക്കാൻ നോക്കിയതാ കേട്ടോ. നന്ദു കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് അതേപോലെ അതവിടെ തിരിച്ചു വെച്ച്. ഇവിടുത്തെ ചോക്ലേറ്റിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏത് ചോക്ലേറ്റ് എടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്ക്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ അവിടുന്ന് ഒരു ക്രൊസൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. പക്ഷേ ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. എനിക്ക് ഇതത്ര ഇഷ്ടമായില്ല. ഞാൻ നോർമൽ സാധാ ക്രൊസൈനാണ് വാങ്ങുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ക്രൊസൈനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഒരു രസമില്ലായിരുന്നു അത് കഴിക്കാൻ. ഇവിടെ ഇങ്ങനെ 2 ട്രാക്ക് പോലുണ്ട് കേട്ടോ. ഒന്ന് നടക്കാനും ഒന്ന് സൈക്കിൾ പോകാനും. നമ്മൾ നടക്കേണ്ട ട്രാക്കിൽ കൂടെ മാത്രമേ നടക്കാവുള്ളൂ, അല്ലെ ചിലപ്പോൾ ഫൈൻ അടിക്കും. ഇതാ ഈ നിൽക്കുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് ആദ്യമൊക്കെ നിറയെ ആപ്പിളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം പൊഴിഞ്ഞും പോയി. പിന്നെ എല്ലാവരും വന്ന് പിച്ചിക്കൊണ്ട് പോകും കേട്ടോ. ആർക്ക് വേണമെങ്കിലും പിച്ചാം. പിന്നെ കുറേയൊക്കെ കിളികൾ കൊത്തിയും ഒക്കെ പോയി. പല വെറൈറ്റി ആപ്പിളുകളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. കുറേ വെറൈറ്റി ആപ്പിളുകൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ നിൽക്കുന്നത് ഗ്രീൻ ആപ്പിളാണ് കണ്ടോ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഇരുട്ടണമെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും കേട്ടോ. 9-9:30 ആവും ഇവിടെ ഇരുട്ടി തുടങ്ങണമെങ്കിൽ തന്നെ. എൻ്റെ മിക്ക ദിവസത്തെ ഒരു ഈവനിങ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. വൈഷുവിനെ മിക്കപ്പോഴും ഞങ്ങൾ പാർക്കിൽ കൊണ്ടുപോകും. ചിലപ്പം ഞാൻ മാത്രമായിരിക്കും കൊണ്ടുപോകുക, ചിലപ്പോൾ നന്ദു കൊണ്ടുപോകും, ചിലപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോകും. എങ്കിലും അവളെ മിക്കപ്പോഴും പാർക്കിൽ കൊണ്ടുപോകാൻ നോക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി വിൻ്ററായ ഇതൊന്നും നടക്കത്തില്ല. വീട്ടിനകത്ത് തന്നെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു ഗായ്സ്.